ഹലോ ഗെയ്സ്, ഞാൻ മുഹമ്മദ് സ്വാഗതമാട്. ഇപ്പം നമ്മളിന്ന് കുറച്ച് മൂച്ചിത്തൈകൾ അതിൻ്റെ മൂച്ചിത്തൈകൾ ബെഡ് ചെയ്യുന്നൊരു പരിപാടിയാണ് നിങ്ങൾ മുമ്പാകെ കാണിക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമായ മൂച്ചിത്തൈകളെ ഇത് വീട്ടിൽ തന്നെ ഇവിടെ തന്നെ മുളപ്പിച്ചതാണ്. വീട്ടിൽ മുളപ്പിച്ച് ഒരു മാസം കഷ്ടിച്ച് ഒരു മാസം ആവണേ ഉള്ളൂ. ഒരു മാസത്തിൻ്റെ ഇപ്പോൾ വരിസം പിറന്നതിൻ്റെ ശേഷമല്ല അപ്പോഴത്തെ മാവിൻ്റെ അത് ഉടനെ ചെയ്താൽ പെട്ടെന്ന് പിടിക്കും. മൂപ്പായാൽ അത്ര തന്നെ വേഗമാവില്ല. അപ്പോൾ അത് ഈ ഇളമീ തന്നെയാണ് കൊടുത്തു കഴിഞ്ഞാൽ വേഗം പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം അതിന് വേണ്ടത് നമുക്ക് നല്ല ഇതിൻ്റെ അതാണ് റൂട്ടീൻ സ്റ്റോക്ക് പറഞ്ഞ നമ്മളെ തൈകൾ റൂട്ടീൻ സ്റ്റോക്ക്. പിന്നെ അതിന് കൊടുക്കാനുള്ള നല്ല ഷയോണ് പറഞ്ഞ പീസുമാണ്. ഷയോണ് പറഞ്ഞ അതാണ് നല്ല കായ്ഫലമുള്ള വലിയ മാങ്ങ, നല്ല തൂക്കം വരുന്ന വലിയ മാങ്ങായിട്ട് ഉള്ള മൂച്ചിത്തൈകളാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതിന്മേൽ മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടത്. ഒരു 12-13 ഉണ്ട്. ഇനിയുണ്ട് അവിടെ മൂച്ചിത്തൈ, അവിടെ വലൻ്റെ ഉള്ളിൽ ഫുള്ള് മൂച്ചിത്തൈയാണ്. പിന്നെ മാങ്ങ 2 കിലോ മാങ്ങ 3 കിലോനെ മാങ്ങയൊക്കെയാണ് കുട്ടികൾ കൊണ്ടുവരിക. അപ്പോൾ എന്തായാലും മാങ്ങൻ്റെ സീഡുകൾ ഒഴിവാക്കലില്ല, വെറുതെ അലസിയായിട്ടാണ്ട് തൊടുവ് കയറിയലില്ല. അത് നേരിട്ട് നല്ല കമ്പോസ്റ്റിൽ അതിൻ്റെ തോടൊന്ന് മെല്ലൊന്ന് അതിൻ്റെ ചെത്തി കൊടുത്തിട്ടേ അതിൽ ഇട്ട് വെക്കുക. ഇതിപ്പോൾ മുളപ്പിച്ചാൻ വെച്ചൊരു സീഡാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ കാണും ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇങ്ങനെ മുളപ്പിക്കാൻ വെച്ചതാണ്, കാണുന്നുണ്ടോ? ഇതിലിപ്പോൾ ഒരു 10-26 അടുത്ത് സീഡുകൾ അതിലുണ്ട്. അത് മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും ബെഡ് ചെയ്യുക. അതേമാതിരി തന്നെ ഇതിൻ്റെ ഉള്ളിലും അതെ, ഇതിനുള്ളിൽ ഫുള്ള് തൈകളാണ്. ഒരു 10-30 തൈ 40 തൈയോളം ഇതിലുണ്ട്. കുറേ പോയി ഈച്ചൻ്റെ ശല്യം കൊണ്ട്. ഇപ്പോൾ നമ്മൾ ബെഡ് ചെയ്താണ്, ഇക്കൊല്ലം ബെഡ് ചെയ്താണ്. കൊല്ലം ബെഡ് ചെയ്ത് ഈച്ച കടിച്ചു. നല്ല ഇതൊരു വെറൈറ്റി നല്ല മാവാണ്. ഇത് മൽഗോവൻ്റെ ഒരു മാവാണ്. ഇതേതോ പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്ന് കൊടുക്കുന്ന മാവിൻ്റെ ഇതൊക്കെ പൊടിച്ചതാണ്. പുതിയ പൊടിപ്പുകൾ ഇതിൽ നേരിട്ട് വലിയ മൂച്ചിയിൽ ബെഡ് ചെയ്തതാണ്. വലിയ മൂച്ചി തൈയാണ് ഇപ്പോൾ ഉള്ളത്. ചാക്കിൽ അരിഞ്ഞ് റമ്മക്കാക്കണം. ഇത് കഴിഞ്ഞ കൊല്ലം ചെയ്തതാണ്. അപ്പോൾ എന്താണ് മൊത്തത്തിൽ ഇപ്പോൾ ഇതിന്മേൽ 4 ആയി. ഇനിയും കൊടുക്കാണ്ട് എത്ര എണ്ണം കൊടുക്കാൻ പറ്റിച്ചാൽ അത്ര ഇങ്ങനെയാണ് കൊടുക്കും. എല്ലാ ടൈറ്റാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ ഇതുമായിട്ടുള്ള വീഡിയോയിലേക്ക് പോവുക. ബെഡിങ്ങിൻ്റെ ഇങ്ങനെ ബെഡ് ചെയ്യാം. ഇത് വി കട്ടിങ്ങാണ്. വി കട്ടിങ് ബെഡിങ്ങാണ്, ക്രാഫ്റ്റിംഗ് അല്ല. ഇത് വി കട്ടി ബെഡിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നല്ല മൂർച്ചുള്ള നൈഫിങ് ബ്ലേഡ് വേണം. പിന്നെ ഒരു ബ്ലേഡും പൊട്ടും അതിൻ്റെ കൂടെ ഒക്കെ ഇരുന്നുണ്ട്, നല്ലതാണ്. പിന്നെ അതിനുള്ള ടാപ്പ് വേണം, 2 ഐറ്റം ടാപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകല്ലേ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാവരും മറ്റുള്ള ആളുകളിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അടിച്ചാൽ വീണ്ടും നമ്മളെ കൃഷി സംബന്ധമായ പല വീഡിയോകളും വരും. അപ്പോൾ അതിങ്ങനെ നിങ്ങൾക്ക് കാണാം. കഴിയുന്ന ആളുകളും പഠിക്കണം, സ്വയം പഠിക്കുക. നമ്മളെ വീട്ടിലുള്ള ഒരു മാവിൻ്റെ തൈ അത് ഞാൻ ചെയ്തതാണെന്നുള്ള ഒരു ഗഡിറ്റ്, ഞാൻ എൻ്റെ കൈകൊണ്ട് ചെയ്തതാണെന്നുള്ളൊരു ഗഡിറ്റ്. അതാണ് ഇപ്പം നിങ്ങളോട് ഇത്രത്തോളം ഇതിൽ വീഡിയോയിൽ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി ഇതിപ്പോൾ നമ്മൾ എയർ ലെയറിങ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറക്കി വെച്ചൊരു മൂച്ചി തയ്യാ. ഇതിപ്പോൾ കൊല്ലം കായ്ച്ചിരുന്നു. ഫസ്റ്റ് കായ കഴിഞ്ഞെല്ലാം വെച്ചു, ഈ കൊല്ലം കായ്ച്ചു. മൂവാണ്ടനാണ്, നല്ലോണം കായ്ച്ചിരുന്നു. വളമെല്ലാം ചെന്നപ്പോൾ നല്ലോണം കായ്ച്ചു. പക്ഷേ കായ നിർത്തിയില്ല. ഒരു 1-2 നിർത്തിയിട്ട് പിന്നെ ബാക്കിയൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. എന്നാൽ അതിൻ്റെ ശേഷി ഇത് കഴിഞ്ഞെല്ലാം ബെഡ് ചെയ്തതാണ്. 2ാം കൊല്ലം ബെഡ് ചെയ്തതാണ്, കഴിഞ്ഞല്ലല്ല 2ാം കൊല്ലം. അപ്പോൾ 3 കൊല്ലമായി, 3ാം വയസ്സാണിത്. ഇതിപ്പോൾ ഒന്ന് പൂക്കാനുള്ള തളിര് വന്നതൊക്കെ മരുന്നൊന്നും അടിക്കലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മരുന്നിൻ്റെ പ്രയോഗം തുടങ്ങി. എന്താണെന്നാൽ അതിനകത്രം കൃഷി നശിപ്പിക്കുന്ന ജന്തുക്കളെ ഒരു സൈസ് വണ്ടുണ്ട്, കായ്ച്ചെന്നറിയാം. അത് വന്നിട്ട് മുറിച്ച് കളയാം. ഇതിപ്പോൾ അടുത്ത കൊല്ലം കായ്ക്കാനുള്ള ഇതിലാണ്.
അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് മൊത്തം ബ്രൂൺ ചെയ്ത് നിർത്തിയതാണ്, വല്ലാതെ ഏകരം പൊന്തണ്ട വെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തേനെ. അങ്ങനെ ഓരോന്നുണ്ട്, ഇനിയുണ്ട് കാണിക്കുകയാണെങ്കിൽ ഒക്കെ ചെയ്ത് വെച്ചാൽ. ഇതൊക്കെ ഇത് പിലാവുമ്മ ചെയ്ത് വെച്ചാൽ നല്ല ചക്ക, നല്ല വരിക്കച്ചക്ക ഗ്രാഫ്റ്റിങ് ചെയ്ത തൈകളാണിത്. ഇതിപ്പോൾ ഗ്രാഫ്റ്റിങ് ചെയ്ത് വെച്ചാണ്. അത് നമ്മളൊരു പിലാവ് പോകാനായതുണ്ട്, അപ്പോൾ അത് പോയാൽ പറ്റില്ല എന്നുള്ളൊരു ഇത്. അപ്പോൾ അത് വെഡ്, ഇതൊക്കെ വെഡാണ്. അങ്ങനെ വെഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറേ. പിന്നെ മേലുണ്ട്, ടെറസിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുക. വീഡിയോ അധികം ലെങ്ത്ത് കൂടിയാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ചെറിയൊരു തെയ്യണ്ടേ, ഈ ചെറിയ തെയ്യെന്നാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ തെയ്യമൽ ചെയ്താൽ പെട്ടെന്ന് അത് പിടിക്കും. ഇനിയിപ്പോൾ നീര് വാർച്ച കൂടുതലുള്ള സമയമല്ലേ, അപ്പോൾ അതിന് പറ്റിയ കഷ്ണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. വണ്ണം ക്ലിയർ ആവണം. ഇതിൻ്റെ വണ്ണും രണ്ടിൻ്റെ വണ്ണും വരെ ക്ലിയർ ആവണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉഷാറാവും. നമുക്ക് അതിൻ്റെ മുട്ടുകളൊക്കെ ഒന്ന് കളയാം. ഈ മുട്ടുകൾ കളയാഞ്ഞാൽ അതിലതിൻ്റെ പിന്നെ ഫംഗസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട. ഇത് ഇല്ലാതെ നമ്മൾ വല്ലാണ്ട് എടുക്കുക, ഒഴിവാക്കുക അല്ലേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ക്ലിയറായി മുറിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്യുക. കത്തിമ്മൽ ഈ കത്തിയാകുമ്പോൾ പൂയി പിടിച്ചാൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. പൂയിക്കറ പിടിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമാണ്. ഇനി ഇതിനെങ്ങനെ കാണുന്നുണ്ടെന്നോ ഈ ലെവലിലാണ് നമുക്ക് ഇതിനെ വി ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യണം. ഉളി മോഡലും നമ്മളെ ഉളിയുടെ മാതിരി ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. ഈ ഷേപ്പിലാണ് ഇപ്പോൾ ഇതിൻ്റെ എടുക്കേണ്ടത്. ഉണ്ടോ? ഈ ഷേപ്പിലെടുത്തിട്ട് ഇയാളെ പടച്ചിരുന്ന് കട്ട് ചെയ്യുക. ബിസ്മില്ലാ. ഓ, ചുവന്ന കറ ഇങ്ങനെ വരുന്നു. കറ ഓവർ കറ, നീര്. ഇതും ഇങ്ങനെ ഒരു വി കട്ടിങ് ആണ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ വി കട്ട് ചെയ്തിട്ട് ഇയാളെ നേരിട്ട് ഇതിലോട്ട് അങ്ങനെ ചെയ്യണം. കണ്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളെ ഓക്കെ കാണുന്നു. റെഡിയാണ്. ഫോൺ ഇങ്ങോട്ട് ഫോണ് പിടിക്കുന്ന ആളെ ജോലിക്ക് വയ്ക്കണം, ഫോനെ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരുമാതിരി തൊടാണ്ടിരിക്കും, ഉള്ളിലോട്ട് ടച്ച് വലിയ ഗുണമില്ല. രണ്ട് ഭാഗം ക്ലിയറാക്കി വെക്കുക. നേരെ നമ്മൾ ടൈപ്പ് എടുക്കണേ, ചുറ്റി കൊടുക്കുക, പിന്നെ അങ്ങോട്ട് ഇറക്കിയിരിക്കുക.
അപ്പോൾ കണ്ടില്ലേ? അപ്പം അങ്ങനെ അതിൻ്റെ വെഡ്ഡിങ് അടുത്തേക്ക് പിടിക്കണം. അടുത്തേക്ക് പിടിക്കാനാണ് ആൾ ഇല്ലാത്തതുകൊണ്ട്. പോയി ഇതുപോലൊക്കെ ഒരു സിപ്പപ്പിൻ്റെ കവറേ നമുക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുന്നായിട്ട് ഈ ടേപ്പും കൂടി ഒന്നാണ്ട് ഹാർഡ് ചെയ്ത് വിട്ടാൽ വെള്ളം ഇറങ്ങണം. കുട്ടികൾക്കും വെള്ളം ഇറങ്ങാൻ പാടില്ല. വെള്ളം ഇറങ്ങലാണ് ഇതിൻ്റെ ഫലമായി പോകാനുള്ള കാരണം. എൻ്റെ ഇതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ഉത്സാഹം. ഇനി ഇതിൻ്റെ അടിയിലൊരു കെട്ട് കെട്ടണം. ലാസ്റ്റ് കെട്ടാം. അതിന് ഡബ്ബർ വലിച്ചിട്ട് കൊടുക്കാം. കിട്ടിയ കവറിലൊക്കെ നിറച്ചക്കലാണ്. ഇനി പൊടിച്ച് റെഡി ആയാൽ നമുക്ക് വലിയ നല്ല ഗ്രോ ബാഗിൽ മണ്ണ് അതിൻ്റെ പോട്ടി മിക്സർ ഇതൊക്കെ ഉണ്ടാക്കി മണ്ണൊക്കെ പുതിയ മണ്ണൊക്കെ ചെയ്ത് വളമൊക്കെ ചെയ്തിട്ട് അതിലോട്ട് മാറ്റണം. കയ്യുമെന്ത ചളി ഇതിലോട്ട് വരാൻ പാടില്ല. ഒന്നും വേണ്ട. അതെ, രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം കാണുന്നില്ല. അപ്പം ഒന്നാണ്ട് ഒഴിവാക്കുക. എട്ടമളം ഉള്ളതാണ്. ഒന്നുള്ള പീസിന് ഇതുപോലെ മണ്ണുള്ള പീസ് തന്നെ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പറ്റില്ല. സയോണ് റൂട്ടിൻ സ്റ്റോക്ക് മണ്ണുള്ളതാണെങ്കിൽ, വണ്ണം കൂടിയതാണെങ്കിൽ സയോണും അതേ വണ്ണത്തിൽ വേണം. രണ്ടും ഒരേ മാതിരി തന്നെയാണ്. അല്ലെങ്കിൽ വ്യത്യാസം വരും. അല്ലെങ്കിൽ ഒരു സൈഡ് എന്തായാലും ക്ലിയർ ആയിട്ട് നമ്മൾ അതിൻ്റെ സ്കിന്ന് ടച്ചാകുന്ന പോലത്തെ ഏതെങ്കിലും ഒരു സൈഡ് ക്ലിയർ ആയിട്ട് വെച്ച് കൊടുക്കണം. പിന്നെന്താ ആപ്പെന്നും പറയുന്നുണ്ട്. ആപ്പ് ഉളി മോഡലെന്നും പറയാം. ഏത് ഈ കട്ടി ഈ ഷൈപ്പിൽ ചെയ്യുന്നതിന് ചിലവർ ഉളി ആപ്പ് എന്നൊക്കെ പറയും. എന്തായാലും മതി. നമ്മൾ ഇങ്ങനെയുണ്ട്. പിന്നെ ചെയ്തോടത്തോളൊന്നും വല്ലാതെ കുഴപ്പം വന്നിട്ടില്ല. മെയിനായിട്ട് നോക്കേണ്ടത് ഈ ചളിയെ വരാൻ പാടില്ല. ചളി ആവരുത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം കണ്ടെങ്കിൽ പൊളിച്ച് കണ്ടില്ല. അങ്ങനെ പൊളിക്കുക. നേരിട്ട് അതിൻ്റെ ഉള്ളിലോട്ടുണ്ട് വെച്ച് കൊടുക്കുക. പിന്നെ താത്തിയിട്ടുണ്ട് വെച്ച് കൊടുത്താൽ
കാണില്ല എന്നൊരു ഡൗട്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി റെഡിയാക്കി വെച്ചതാണ്. ഈ തൊലിയാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. തൊലി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വലിയ ശില്പം. ഏതെങ്കിലും ഒരു സൈഡ് ക്ലിയർ ആയിട്ട് ഒട്ടണം എന്തുമ്പാടെ, അല്ലെങ്കിൽ ചിലപ്പം കേടാൻ സാധ്യത. അത് തന്നെ ചിലപ്പം ചിലതൊക്കെ പോയി പോകും. പൊടിക്കാതെ നിൽക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ അതുകൊണ്ട് മൊത്തം 3 ആയിട്ടോ. ഇങ്ങനെ ഇട്ടാൽ
ഇവിടെ ഒരു കെട്ടും കെട്ടി കൊടുത്താൽ പൊടിച്ച് വരുമ്പോൾ ഇവിടെ കാണാം. ഇതിൽ വായുണ്ട് തിങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഹ്യൂമിഡിറ്റി കൂടും. അപ്പോൾ ഇതിൽ നല്ല വെള്ളത്തിൻ്റെ വേർപ്പുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അതിൻ്റെ ആവശ്യത്തിന് വെള്ളമായി തന്നെ ആയി. അപ്പോൾ പൊടിക്കുക. തൽക്കാലം കയറാനായിക്കണ്ടെന്ന് ലേശം നടിയൊട്ടിപ്പിടിക്കും. അപ്പോൾ ചങ്ങായിമാരെ നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഞാൻ 1-2 നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ വെക്കുന്നത്. എന്താണ് മുഴുവൻ കാണിക്കുമ്പോൾ ലെങ്ത്ത് കൂടുകയാണ്. ഒന്ന് ചെയ്യാൻ തന്നെ ഒന്ന് ചെയ്ത് പോകുമ്പോൾ തന്നെ നല്ല സ്പീഡുള്ളവരൊക്കെ എക്സ്പോർട്ടുള്ളവരൊക്കെ വേഗാണ്ട് ചെയ്തു പോകും. പക്ഷെ നമ്മളത് സാവധാനത്തിലിങ്ങനെ എന്താ പാടെന്ന് നോക്കുമ്പോൾ ക്ലിയർ ആവണ്ടേ. ഇത് നമ്മൾ തണലത്തേക്ക് മഴ ഉള്ളാത്തടത്തേക്കാണ് മാറ്റി വെക്കുക. മഴയും വെയിലും കൊള്ളരുത്. വെയിലുണ്ടാകുമ്പോൾ പോകും. അപ്പം നമ്മൾ ഇതിപ്പോൾ വരെ അത്ര ഒരു 10, 12, 13 ചെയ്തു. 13 ടോട്ടൽ. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി നമ്മൾ പോകുന്നു. ഇതൊന്നും ഒരിക്കൽ മുന്നേ ചെയ്തിട്ട് പോയതായിരുന്നു. ഇപ്പോൾ രണ്ടാമതൊന്നും പാടെ കൊടുത്തു നോക്കിയതാണ്. വലിയ തെയ്യ ഒരിക്കൽ ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി കൊടുത്തു. ഇനി പൊടിച്ചു മുടി അനുസരിച്ച് ഇനി വീണ്ടും കൊടുക്കാം. അപ്പോൾ 1, 2, 4 അങ്ങനെ 8, 12, 12, 13 ഉണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ വീഡിയോ ഇവിടെ അതിൻ്റെ പെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മളെ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് വിജയിപ്പിക്കും. ഓക്കെ. എല്ലാവർക്കും നല്ലത്. അസ്സലാമു അലൈക്കും.